നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഭഗവാനുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിയത് അത് കൃത്യമായ കാരണം ഉള്ളതിനാൽ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അടയാളങ്ങളാണ് എങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെറുതെ സംഭവിക്കുന്നതായ കാര്യങ്ങളല്ല. അത് ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ പരാമർശിക്കുവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നിശ്ചയപ്രകാരം സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തന്നെ ചില വഴികൾ ഒരുക്കി തരുന്നതായ സാഹചര്യമുണ്ട് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിനാൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്നും നയിക്കുന്നത് നിങ്ങളെ ആ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ തെറ്റുകൾക്ക് ഒരു പ്രായശ്ചിത്തം സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ വേദനകളുണ്ട് എങ്കിൽ അതെല്ലാം മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് ഒരു പരിഹാരം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാരണം ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്നത്. അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ വേദനകൾ കാണുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം തുറക്കുവാനുള്ള ഒരു അവസരം തന്നെയാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു ഭാരം ഏറി മുന്നോട്ട് പോകുന്നതായി കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സ് പലരും തളർത്തുവാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. മനസ്സ് മാത്രമല്ല നിങ്ങളുടെ ശരീരവും അത് തളരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. മാത്രമല്ല വേദന വളരെ വലുതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള വേദനകൾക്ക് അത്രമേൽ പ്രതികൂലമായ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാരണത്താലാണ് ഇത്രമേൽ വേദന എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഭാരം ഇറക്കി വയ്ക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ട്. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ സൂചന നിങ്ങളുടെ ഭാരം അത് ഇറക്കി വയ്ക്കുവാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വേദനകൾ നിറഞ്ഞ ആ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നത് ഒരു വാഗ്ദാനം തന്നെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതായ പല വ്യക്തികളും പല അവസരങ്ങളിലും മൗനം പാലിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ പോലും പലരും മൗനം ഭജിക്കുകയോ മൗനത്തിലാവുകയോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. പല കാര്യങ്ങളും അവസാനിച്ചു, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, തകർന്നു വീഴാൻ പോവുകയാണ് എന്ന് ചിന്തിച്ച ഇടത്തു നിന്നും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ അത് സ്നേഹമാണ് എങ്കിലും അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇടത്തു നിന്നും നിങ്ങളിലേക്ക് ഊർജം തിരികെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വേദന മാഞ്ഞു തുടങ്ങുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അകൽച്ച പല കാര്യങ്ങളിലും ഉണ്ട് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഐക്യം വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്.
നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്തതായ സാഹചര്യം നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങളെ പിറകോട്ട് വലിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കണം എന്ന ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, എങ്കിലും അത് നടക്കാത്തതായ സാഹചര്യം. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഭഗവാൻ ഈ സമയം നിങ്ങളോട് അർത്ഥമാക്കുന്നത്. കാരണം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഭഗവാന്റെ സംരക്ഷണം തന്നെയാണ്. അത് നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ മറ്റുള്ളവർ തടയുവാൻ ശ്രമിക്കുന്നത്, അകലുവാൻ ശ്രമിക്കുന്നത്, ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തെറ്റാണ് എന്ന് തോന്നുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം എന്താണോ തെറ്റ് പറ്റിയത്, അതിൽ നിന്നും ഒരു മാറ്റം, ഒരു തിരുത്ത് വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ട്. അതിനുള്ള ശക്തി, മനോബലം, ഊർജം, ചിന്തകൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് വിഷമതകൾ ഉണ്ടാവുക, നെഗറ്റീവായ ഊർജം ഉണ്ടാവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ നെഗറ്റീവായ ഊർജം അത് നിങ്ങൾക്ക് മേൽ പല രീതിയിലും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, എങ്കിലും അതൊരു അടയാളം മാത്രമാണ്. കാരണം ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദൈവിക സംരക്ഷണം ഉള്ളതിനാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ അത്രമേൽ താഴെ നിന്നും നിങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പല കാര്യങ്ങളിലും എപ്രകാരം പിടിച്ചു നിൽക്കുന്നു എന്നത് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനാൽ നെഗറ്റീവായ ഊർജങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അവർ എന്ത് കെണിയാണോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, അതിൽ അവർ തന്നെ വീഴുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. അവർ അയച്ചിട്ടുള്ളതായ നെഗറ്റീവായ ചിന്തകൾ അത് 10 മടങ്ങ് ശക്തിയോടെ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ള നിങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് അവർക്ക് തന്നെയാണ് കൂടുതൽ ദോഷമായി പിന്നീട് ഭവിക്കുക. അതിനാൽ നിങ്ങളിലേക്ക് അയക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് അവർക്ക് തിരിച്ചടികളായി മാറും എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പലതും ഗുണകരമായി ഭവിച്ചിട്ടില്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. അതിനാൽ ഇത്രയും കാലം നിങ്ങൾ ചെയ്തിട്ടുള്ളതായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു നേട്ടം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന കർമ്മഫലത്തിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ, അവസരങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ക്ഷമ, അതിനെല്ലാം ഒരു ഫലം ലഭിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും പല കാര്യങ്ങളും കേൾക്കുന്നില്ല എന്നത് വാസ്തവമാണ്. നിശബ്ദതകൾ പല ഇടത്തുമുണ്ട്. പല പ്രാർത്ഥനകളും വിഫലമായി പോകുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ധനപരമാകാം, അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളോ ശുഭവാർത്തകളോ ആകാം. അത്തരത്തിൽ നിങ്ങളിലേക്ക് ചില അനുകൂല കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ വാതിലുകൾ അത് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണോ നിങ്ങളുടെ ജീവിതം അത് ഐശ്വര്യം കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലൂടെയും
ധനമാകാം, അല്ലെങ്കിൽ മറ്റൊരു അവസരമാകാം, അല്ലെങ്കിൽ പുതിയൊരു വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നതുമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ചില അനുകൂലമായ ഫലം സിദ്ധിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സന്തുലിതമാകേണ്ടത് അത് സന്തുലിതമാവുകയും ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അരികിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കണ്ണോടിക്കുകയാണ് എങ്കിൽ പലതും മനസ്സിലാക്കുവാൻ സാധിക്കും. എവിടെയാണ് നിങ്ങൾക്ക് ശക്തി ലഭിക്കേണ്ടത്, എവിടെയാണ് നിങ്ങളുടെ ശക്തി മറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായ ധാരണകളായി വന്നു ചേരും. നിങ്ങൾ മനസ്സിലാക്കിയതായ പല കാര്യങ്ങളും അത് സത്യമാണോ എന്നും നിങ്ങൾ നിങ്ങളുടെ ശക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും നിങ്ങൾ ബോധ്യപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ശക്തി തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ പലപ്പോഴായി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നതായ ആ ദൈവികമായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ ഫലങ്ങളായി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഭഗവാനിൽ നിങ്ങൾക്കുള്ള വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിലുള്ള ആ വിശ്വാസം അത് നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. ആ വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശങ്ങൾ, ആ ശബ്ദങ്ങൾ, ദൈവാംശമായ ആത്മാവ് നിങ്ങളിലേക്ക് പുറപ്പെടുവിക്കുന്നതായ ആ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ത് തന്നെയാണ് എങ്കിലും അത് അനുഗ്രഹമാണ് എങ്കിലും തീർച്ചയായും അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ആ ശക്തികൾക്ക് ഭഗവാന് മുന്നിൽ അടിയറവ് പറയേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ആ ശക്തിക്ക് മുന്നിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ ആ ക്ഷുദ്രമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ അത് പരാജയപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയും ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് അതിന് ഒരു പര്യവസാനം ഒരു പരിധി വരെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ സമയം നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകണം എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും ക്ഷമ കുറവാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ദൗർബല്യമായി മാറുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് വേഗതയിൽ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ അവഗണിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ട്. നിങ്ങളിൽ കുടികൊള്ളുന്നതായ ആ നന്മ, ആ നല്ല മനസ്സ് അത് പലപ്പോഴും പലരും കാണാത്തതായ സാഹചര്യമുണ്ട്. പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ അതിനെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മുറിവേറ്റിട്ടുള്ളവരാണ് നിങ്ങൾ. അത് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാകാം. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പ് പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു ധനപരമായ നേട്ടം അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം കാണുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ ഉദ്ദേശിച്ച അത്രയും ഉയരത്തിൽ നിങ്ങൾക്ക് പലപ്പോഴും പ്രവേശിക്കുവാനായി സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പഴയ അധ്യായം എന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നു എന്ന സൂചനയാണ് ഉള്ളത്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാൻ തുടങ്ങുന്നു. അത് ഭഗവാൻ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങൾ കാണേണ്ടതായ കാര്യങ്ങൾ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ചില കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ഭാവിയിലേക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. മനസ്സിൽ പലപ്പോഴും ഒരു ചാഞ്ചാട്ടം നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. അതായത് പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ശക്തി അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല എന്നത് വാസ്തവമാണ്. ജീവിതത്തിൽ തീർച്ചയായും ഒരു അവസരം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തള്ളിക്കളയുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് നിങ്ങൾക്ക് ശുഭകരമല്ല. അതിനാൽ അത് പോകേണ്ടതുണ്ടോ എന്ന് 2 വട്ടം നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാവുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ ഒരു ഇടവേള നിങ്ങൾക്ക് ആവശ്യമായി വന്നു എന്ന് വരാം. ഈ സമയം പലരും നിങ്ങളെ മുതലെടുത്തിട്ടുണ്ടാകാം എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ നന്മ അത് നിങ്ങളിൽ നിന്നും അകന്നിട്ടില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മകൾ മനസ്സിലാക്കിയ ആ ശക്തി നിങ്ങളുടെ രക്ഷയ്ക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഈ സമയം നിങ്ങൾക്ക് വലിയ സ്ഥാനം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുവാനായി സാധിക്കുന്നു. തീരുമാനങ്ങൾ പലപ്പോഴും അത് യാദൃശ്യമായി തള്ളിക്കളയുവാൻ പാടില്ല എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരാം. 2 വട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശാന്തമായി ഇരിക്കുക എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി മാറുന്ന സാഹചര്യമുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ കാര്യം ഭഗവാൻ നിങ്ങളുടെ സംരക്ഷണത്തിനുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ മനസ്സിന്റെ ആ പ്രാധാന്യം, അതായത് മനസ്സിലുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു വെളിച്ചം കാണുന്നതായ സാഹചര്യമുണ്ട്. ആ വെളിച്ചം അന്ധകാരത്തിൽ നിന്നുമുള്ള ഒരു മോചനം തന്നെയായി പരാമർശിക്കാം. ചില കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധിതരാണ് എന്നത് വാസ്തവമാണ്. അത് കുടുംബവുമായി ബന്ധപ്പെട്ടോ ചില ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കൃത്യമായ മോചനം, അതായത് കാര്യങ്ങളെ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ബാധ്യത എന്ന് പറയുന്നതായ കാര്യങ്ങൾ എളുപ്പമായി തീരുന്ന സാഹചര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ കൃപ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് ഒഴുകിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.